മക്കളെ, അപ്പോൾ വാങ്മയ ചിത്രം നമ്മൾക്ക് നമ്മുടെ മലയാളം സെക്കൻഡിൽ പഠിക്കാനുള്ള ഒരു ഭാഗമാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് വാങ്മയ ചിത്രം എഴുതുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്താണ് വാങ്മയ ചിത്രം, എങ്ങനെയാണ് അത് എഴുതേണ്ടത്, ഒരു മാർക്ക് പോലും പോവാതെ നമുക്ക് ഫുൾ മാർക്ക് എങ്ങനെയാണ് നേടിയെടുക്കാൻ വേണ്ടി പറ്റുക എന്നതാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ഈ വാങ്മയ ചിത്രം എന്ന് പറയുന്നത്? അതായത് വാക്കുകൾ കൊണ്ട് വരയ്ക്കുന്ന ചിത്രമാണ് വാങ്മയ ചിത്രം. അതായത് നമ്മൾ എഴുതിയിട്ട് അപ്പോൾ എഴുതുന്ന ആ ഒരു കാര്യം നമുക്ക് വായിക്കുമ്പോൾ നമ്മളുടെ മുമ്പിൽ ഒരു ചിത്രം പോലെ എന്ത് ചെയ്യണം, അത് തെളിഞ്ഞു വരുന്ന രീതിയിൽ നമ്മൾ വർണ്ണിച്ചെഴുതുന്നതിനെയാണ് നമ്മൾ വാങ്മയ ചിത്രം എന്ന് പറയുക. അപ്പോൾ വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുക, നമ്മൾ സാധാരണയായിട്ട് ചിത്രം വരയ്ക്കുന്നല്ല, വാക്കുകൾ കൊണ്ട് നമുക്കൊരു ചിത്രത്തെ പോലെ നമ്മളുടെ മനസ്സിൽ തെളിഞ്ഞു വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വാങ്മയ ചിത്രം എന്ന് പറയാം. അപ്പോൾ തയ്യാറാക്കിയ ഗദ്യമോ അല്ലെങ്കിൽ പദ്യമോ വായിക്കുമ്പോൾ വായനക്കാരൻ്റെ മനസ്സിൽ ഒരു ചിത്രം തെളിഞ്ഞു വരണം നമ്മൾ ഈ വാങ്മയ ചിത്രം എന്ന് പറയുമ്പോൾ. ഇനിയോ കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ ആശയം മനസ്സിലാക്കി തരുവാൻ ഒരു ചിത്രത്തിന് കഴിയും അല്ലേ. നമുക്ക് കുറേ വരികൾ എഴുതി അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അതുകൊണ്ട് ഒരു ദൃശ്യത്തെ കൺമുന്നിൽ കാണുന്നത് പോലെ വാക്കുകളിലൂടെ ആവിഷ്കരിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ മായാതെ കിടക്കും. അതുകൊണ്ടാണ് അതിനെയാണ് നമ്മൾ വാങ്മയ ചിത്രം എന്ന് പറയാം. അപ്പോൾ വാങ്മയ ചിത്രം നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ 5 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ആ 5 കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ വായിക്കുന്ന ഭാഗം ചിത്രരൂപത്തിൽ വായനക്കാരൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് വെറുതെ വാരി വലിച്ചെഴുതാതെ കൃത്യമായിട്ട് ഓരോ വരികളും എഴുതുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ചിത്രം ഒരു ചിത്രം പോലെ നിങ്ങൾ വർണ്ണിച്ചെഴുതാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലളിതമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചാൽ മതി. നമുക്ക് ലളിതമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഭാഷ വായിക്കുമ്പോഴാണ് നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ മനസ്സിൽ ആ ഒരു ചിത്രം വരിക. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലളിതമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കാൻ വേണ്ടി എൻ്റെ കുട്ടികൾ ശ്രമിക്കുക. ഇനിയോ കുറേ വാരി വലിച്ച് നിങ്ങൾ ഒറ്റ പേജോ 1.5 പേജോ ഒന്നും നിങ്ങൾ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. വളരെ ചെറുതായിട്ടുള്ള ഒരു 5 or 6 ലൈനിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തീർക്കാൻ വേണ്ടി പറ്റണം. അപ്പോൾ വളരെ ചെറുതായിരിക്കണമെന്ന് മനസ്സിലാക്കുക. ഇനി ആവർത്തനം പാടില്ല. ഒരേ കാര്യങ്ങൾ നിങ്ങൾ 2 or 3 പ്രാവശ്യം എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ചിത്രം കണക്കിന് നമുക്ക് ചിത്രം പോലെ വരാൻ വേണ്ടി ആയതുകൊണ്ട് തന്നെ ഒരേ സാധനം നമ്മൾ കുറേ പ്രാവശ്യം എഴുതേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ ആവർത്തനം ഒരിക്കലും പാടില്ല. പിന്നെയോ വായനക്കാർക്ക് പരിചിതമായ ഉദാഹരണങ്ങളിലൂടെ രൂപങ്ങളിലൂടെയൊക്കെ ആയിരിക്കണം അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ ഒരു ചിത്രം നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരാളെ നമ്മൾ വർണ്ണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ വരത്തക്ക രീതിയിലുള്ള ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. നമ്മുടെ മലയാളം സെക്കൻഡിൽ തന്നെ ഗാന്ധിജി ദണ്ഡി യാത്രയ്ക്ക് പുറപ്പെടുന്ന സമയത്ത് ഒരു വാങ്മയ ചിത്രം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ചിത്രം നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ലേ എന്ന് നിങ്ങൾ നോക്കി നോക്കൂ. സമയം 6:30 ആയപ്പോൾ ഗാന്ധിജി ദണ്ഡി യാത്രയ്ക്ക് ഒരുങ്ങി ആശ്രമത്തിൻ്റെ മുൻവാതിലെത്തി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദണ്ഡി യാത്രയ്ക്ക് ഒരുങ്ങി നമ്മളുടെ ഗാന്ധിജി ആ മുൻവാതിലെത്തിയ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അദ്ദേഹത്തിൻ്റെ വലതു കൈയിൽ എപ്പോഴും കൂടെ കരുതുന്ന മുളവടിയും ഇടതു കൈയിൽ ഒരു കൊച്ചു ഭാണ്ഡവും ഉണ്ടായിരുന്നു. നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം വരുന്നത് കാണുന്നില്ലേ? ഇവിടെ എന്തെങ്കിലും ആവർത്തനം വരുന്നതായിട്ട് എൻ്റെ കുട്ടികൾക്ക് തോന്നിയോ? ഇനി അടുത്തത് നോക്കൂ. ഗാന്ധിജിയുടെ ഉടുവസ്ത്രം പതിവായി ധരിക്കുന്ന ഒറ്റമുണ്ടായിരുന്നു. അപ്പോൾ ആ ഗാന്ധിജിയുടെ മുഖം നമ്മളുടെ മനസ്സിലല്ലേ, ഒരു കയ്യിൽ ഒറ്റവടിയും ഒരു കയ്യിൽ ഭാണ്ഡക്കെട്ടും ഒറ്റമുറി വസ്ത്രവുമായിട്ടുള്ള നമ്മുടെ കൺമുന്നിൽ ചിത്രം പോലെ വരുന്നുണ്ട് അല്ലേ. ഇനി നോക്കൂ. അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിൽ സ്വതസിദ്ധമായിട്ടുള്ള പുഞ്ചിരിയും അതേപോലെ തന്നെ കണ്ണുകളിൽ ദൃഢനിശ്ചയം ജ്വലിച്ചു നിന്നിരുന്നു. കണ്ടോ? അപ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് നമുക്കൊരു ചിത്രം പോലെയാണ് ഈ വാക്കുകൾ നമുക്ക് ഫീൽ ചെയ്തത് അല്ലേ. ഇത് തന്നെയാണ് നമ്മൾ വാങ്മയ ചിത്രത്തിൽ എഴുതുന്നത്. വളരെ കുറച്ച് വരികളിൽ വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ നമുക്കൊരു ചിത്രം വർണ്ണിക്കുന്നത് പോലെ നമ്മൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് പോലും നമ്മുടെ വാങ്മയ ചിത്രത്തിൽ നിന്നും പോവില്ല. എക്സാമിന് ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതുപോലെയുള്ള വാങ്മയ ചിത്രങ്ങൾ നമ്മളുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവുകൾ എൻ്റെ കുട്ടികൾ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. മാക്സിമം എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ലൈവിന് കൃത്യമായിട്ട് എത്തുക. അടുത്ത വർഷത്തെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് വെക്കുക. കാരണം അടുത്ത വർഷം നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണ്ടേ. അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ലൈവുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. എല്ലാ ചോദ്യങ്ങളും മിസ് സെറ്റാക്കി തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ലൈവ് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയും കൂടെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക. ഓക്കെ മക്കളെ, താങ്ക് യു.